ബിഗ് ബോസ് വീട്ടിൽ നിന്ന് അങ്ങനെ നമ്മുടെ ഗബ്രി ചായം പുറത്തിറങ്ങിയിരിക്കുന്നു. ഇത് ഒരുപാട് പേർക്ക് സന്തോഷമുള്ള കാര്യമാണ്. കമൻറ്റുകളിലൊക്കെ ഫുള്ള് സന്തോഷമാണ്. എന്നാലും ഡിസേർവിങ് ആയിട്ടുള്ള, കളിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള, സെക്കൻഡ് വീക്ക് തൊട്ട് തന്നെ കോണ്ടന്റുകൾ ഇങ്ങനെ വാരി കൊടുക്കുന്ന ഗബ്രി ഔട്ടാവുമ്പോൾ പ്രേക്ഷകർ ഇത്രയും സന്തോഷിക്കേണ്ട ആവശ്യം എന്താ? ഗബ്രിയെക്കാട്ടിലും അല്ലെങ്കിൽ ഒന്നും കളിക്കാതെ വാഴകൾ പോലെ നിൽക്കുന്ന നമ്മുടെ സായി അടക്കമുള്ള ആളുകൾ അവിടെ ഉള്ളപ്പോൾ നന്നായി കളിച്ചുകൊണ്ടിരിക്കുന്ന ഗബ്രി ഔട്ടാവുമ്പോൾ എന്തിനിത്ര സന്തോഷം? അതിനൊരൊറ്റ ഉത്തരവേ ഉള്ളൂ, അവർ തന്നുകൊണ്ടിരുന്ന കോണ്ടന്റിൻ്റെ ക്വാളിറ്റി അത്രത്തോളം ഉണ്ട്. അതായത് വെറുപ്പിച്ച് 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 പണ്ടാരടക്കാന്ന് കേട്ടിട്ടുണ്ടോ? അതായിരുന്നു ആ കോണ്ടന്റിൻ്റെ ഒരു രൂപം. അതായത് നമുക്ക് കണ്ട് ലാസ്റ്റൊക്കെ ആകുമ്പോൾ മാക്സിമം ഇറിറ്റേഷൻ ആവാൻ തുടങ്ങി. രണ്ടെണ്ണത്തിൽ ഏതിനെങ്കിലും ഒന്ന് എടുത്ത് പുറത്തിടണം, കാരണം കാണാൻ വയ്യാത്ത അവസ്ഥയിൽ തുടങ്ങിയിരുന്നു. അപ്പോൾ ജാസ്മിന് കുറച്ചും കൂടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, പെൺകുട്ടി ആയതുകൊണ്ടും. പിന്നെ ഗബ്രിയെക്കാട്ടിലും പല സ്ഥലത്തും ജാസ്മിൻ നമുക്ക് സ്ട്രോങ് ആയി ഫീൽ ചെയ്യുന്നതുകൊണ്ടും ജാസ്മിന് സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഗബ്രി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒറ്റയ്ക്ക് കളിക്കുകയായിരുന്നെങ്കിൽ ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോയേനെ. പ്രേക്ഷകരെ സപ്പോർട്ടോടെ കൂടെ ഈ വെറുപ്പിക്കൽ വേണ്ടിയിരുന്നില്ല. ഇന്ന് പിന്നെ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഫേവറിസം അറ്റ് ദി പീക്ക് ആയിരുന്നു. ഇന്നും ഈ എവിക്ഷൻ എപ്പിസോഡിലും വല്ലാതെ ഫേവറിസം നമുക്ക് കാണാൻ പറ്റി. നോർമൽ ഒരു എവിക്ഷൻ എപ്പിസോഡിൻ്റെ പാറ്റേൺ ആയിരുന്നില്ല. വീഡിയോ ഇട്ട് കൊടുക്കുന്നു, സന്തോഷിപ്പിക്കുന്നു, എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നു. ബോസണ്ണന് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല ഗബ്രിയെക്കുട്ടനെ ഇറക്കി വിടാൻ. കാരണം ലാസ്റ്റ് ലാലേട്ടൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടും കൂടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, സേഫ് ആയിട്ട് ഇരിക്കുകയായിരുന്നില്ലേ പവർ റൂമിൽ നിന്ന്, ഇറങ്ങി വരേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്ന്. ബോസണ്ണം പറയാതെ പറയണ, എടാ ഗബ്രിക്കുട്ട, നിന്നെ ഞാൻ കൊണ്ട് ഒളിപ്പിച്ച് സൂക്ഷിച്ച് വെച്ചതല്ലേ, നീ എന്തിന് ചാടി വന്നു, നിനക്ക് ഇത്ര ബോധമില്ലേ, നീ അവിടെ ഇരിക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞ് ശകാരിച്ചിട്ടാണ് നമ്മുടെ ഗബ്രിക്കുട്ടനെ ഇറക്കി വിടുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവണം ഗൈസ് എത്രത്തോളം ഫേവറേറ്റ്സ് ഉണ്ടായിരുന്നു എന്ന്. എന്നാലും ഒരാശ്വാസമുണ്ട് ഗബ്രി ഇറങ്ങിയതിന്. അതിൽ രണ്ടുണ്ട് കാര്യം. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്താണ് ആക്ച്വലി സംഭവിച്ചതെന്ന് ഗബ്രിക്ക് മനസ്സിലാവുകയും ചെയ്യും. പല കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല, പല കാര്യങ്ങളിൽ നിന്നും ഗബ്രി രക്ഷപ്പെടുകയും ചെയ്യും. അവിടെ നിന്നാൽ ഗബ്രി പെട്ടുപോയേനെ. ഗെയിമിനെക്കാട്ടിലും വലുതായ പല കാര്യങ്ങളുണ്ട്, അതിലൊന്നാണ് ലൈഫ്. അത് പണിയായേനെ. പക്ഷെ ഇപ്പം ഗബ്രി ഒന്ന് രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. നാളെ തൊട്ട് നമ്മുടെ ജോസുമോള് കപ്രി 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 എന്ന് ആരെ വിളിക്കുന്ന ആലോചിക്കുമ്പോഴാണ് പിന്നെ കോണ്ടന്റുകൾ ഇല്ലാത്തതിൻ്റെ ഒരു ക്ഷാമവും ഉണ്ടാവും. എന്നാലും കുഴപ്പമില്ല, ഇങ്ങനത്തെ കോണ്ടന്റ് ചെയ്യുന്നതിനെക്കാട്ടിലും ഭേദം ഒന്നും ചെയ്യാതിരിക്കുന്നതാണ്. പക്ഷേ ജോക്സ് അപ്പാർട്ട് നല്ലൊരു കളിക്കാരൻ തന്നെയായിരുന്നു ഗബ്രി ആയിരുന്നില്ല പോണ്ടിയിരുന്നത്. നെഗറ്റീവ് കോണ്ടന്റ് ആണ് കൊടുത്തിരുന്നത്, എന്നാലും പോണ്ടിയിരുന്നത് ഗബ്രി ആയിരുന്നില്ല. റസ്മിനെയൊക്കെ തൂക്കിയെടുത്ത് പുറത്തിടേണ്ട സമയം എപ്പോഴോ കഴിഞ്ഞിരുന്നു. കാരണം ഗബ്രിയും ജാസ്മിനും കളിക്കുന്നത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഇടയിൽ ഈ റസ്മിൻ എന്തിൻ്റെ കേടാന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. എള്ളുണങ്ങുന്നത് എണ്ണയ്ക്കാണ്, അതിൻ്റെ ഇടയിൽ കുറിഞ്ചാത്തൻ ഉണങ്ങുന്നത് പോലെയാണ് റസ്മിൻ്റെ കാര്യം. എന്തോ ആവട്ടെ, റസ്മിനൊക്കെ അകത്തിരിക്കുമ്പോൾ ഗബ്രി പോയത് വിഷമം തന്നെയാണ്. എന്നാലും മനസ്സിന് എവിടെയോ ഒരു സുഖം. എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഇറങ്ങിപ്പോകുമ്പോഴും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ഗബ്രി ഇറങ്ങിപ്പോയത്. വളരെ സ്മാർട്ടും കോൺഫിഡൻറ്റും ആയിട്ട് ഗബ്രി ആ രംഗം മാനേജ് ചെയ്തു. പക്ഷെ എന്നാലും എന്തുകൊണ്ടായിരിക്കും പോകാൻ നേരത്ത് ജാസ്മിൻ്റെ പേര് മാത്രം ഗബ്രി വിളിക്കാതിരുന്ന്? ഗബ്രിക്ക് മനസ്സിലായിക്കണോ ജാസ്മിനോട് ആയിപ്പാണെന്ന്? എന്തായിരിക്കും കാരണം? നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.